കൊടുവള്ളി സ്വർണ്ണ കവർച്ചാ കേസിൽ നിർണായക വഴിത്തിരിവ്. സ്വർണ്ണ വ്യാപാരിയായ മുത്തമ്പലം സ്വദേശി ബൈജുവിന്റെ സ്വർണം കവർന്ന സംഘത്തിന് കൊട്ടേഷൻ നൽകിയത് സുഹൃത്ത് രമേശ് എന്ന അന്വേഷണ സംഘം. കൊട്ടേഷനായി നൽകിയ 12 ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തി. കേസിലെ മറ്റൊരു പ്രതിയായ സിനോയ് ഒളിവിലെന്നും ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുന്നതായും വടകര റൂറൽ SP നിതിൻ രാജ് അറിയിച്ചു. സ്വർണ്ണ വ്യാപാരിയായ മുത്തമ്പലം സ്വദേശി ബൈജുവിൽ നിന്നും 2 കിലോയോളം സ്വർണ്ണമാണ് പ്രതികൾ കവർന്നത്. കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച. കവർച്ചയുടെ പ്രധാന സൂത്രധാരനായ രമേശിന് ബൈജുവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. രമേശിനെ ഉൾപ്പെടെ 5 പേരെയാണ് തൃശ്ശൂരിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. കടയുടമ ബൈജുവിന്റെ സുഹൃത്ത് രമേശാണ് സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് കവർച്ച ആസൂത്രണം ചെയ്തതെന്നും ഇവരിൽ നിന്നും 1.3 കിലോ സ്വർണവും കൊട്ടേഷൻ നൽകിയ 12 ലക്ഷം രൂപയും കണ്ടെത്തിയതായും അന്വേഷണ സംഘം അറിയിച്ചു. രമേശൻ ഈ കേസിലെ പരാതിക്കാരനായിട്ടുള്ള ബൈജുവുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈജുവിൻ്റെ കൈവശം, ഈ കേസിലെ പരാതിക്കാരൻ്റെ കൈവശം ഇത്രയും ഗോൾഡ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ ഈ കേസിലെ അക്യൂസ്ഡ് ആയിരിക്കുന്ന രമേശനുണ്ടായിരുന്നു. ഇങ്ങനെ ഈ കേസിൽ ഇതുവരെ 5ഓളം പ്രതികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ കേസിലേക്ക് ഉദ്ദേശം 1.3 കിലോഗ്രാമോളം ഗോൾഡ് നമ്മൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേസിൽ രമേശിന് പുറമെ വിപിൻ, ഹരീഷ്, ലതീഷ്, വിമൽ എന്നിവരാണ് പിടിയിലായത്. 4 പേരും കവർച്ച നേരിട്ട് പങ്കെടുത്തവരാണ്. കേസിലെ മറ്റൊരു പ്രതിയായ സിനോയ് എന്നയാളെ കൂടി കണ്ടെത്താനുണ്ടെന്നും ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ പരിശോധിച്ച് സമഗ്രമായ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.